Hello friends, Sonal Sajith YouTube channel എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സോനാൽ സജിത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് 5 പൈസ ചിലവില്ലാണ്ട് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഗ്യാസ് സിലിണ്ടർ അതിലെത്ര ഗ്യാസ് ബാക്കിയുണ്ടെന്ന് നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് അധിക പണിയുമില്ല, പിന്നെ ഒറ്റ ചിലവുമില്ല. അപ്പം ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എൻ്റെ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കൂടിയില്ല ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കെന്നാൽ ഇനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനായി ഞാൻ എടുക്കുന്നത് 2 സിലിണ്ടറാണ്. ലെഫ്റ്റിലുള്ള സിലിണ്ടറിൽ 3/4 ഭാഗത്തോളം ഗ്യാസ് ഉണ്ട്, റൈറ്റിലുള്ള സിലിണ്ടറിൽ ഗ്യാസ് തീരാനായതാണ്. അപ്പോൾ ഇനി ഗ്യാസിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനായി നമുക്ക് ആവശ്യമുള്ളത് വെറും വെള്ളമാണ്, സാധാ പച്ചവെള്ളം. അതാണ് നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി അടുത്തതായി ചെയ്യേണ്ടത് ആ വെള്ളം കുറച്ച് കയ്യിലെടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ അല്ലെങ്കിൽ കൈകൊണ്ടോ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ആ സിലിണ്ടറിൽ ഒരു ലൈന് പോലെ വരച്ചു കൊടുക്കുക. അതായത് ആ സിലിണ്ടറിൽ ലൈന് പോലെ മേലെ തൊട്ട് താഴെ വരെ വരച്ചു കൊടുക്കുക, ഒരു ലൈന് പോലെ ഇട്ട് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുത്താൽ നമുക്ക് ആ സിലിണ്ടറിൽ എത്രത്തോളം ഗ്യാസ് ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലൈനായിട്ട് വരച്ചു കൊടുക്കുന്നത്. ഞാൻ ആ റൈറ്റ് സൈഡിലുള്ള സിലിണ്ടറിൽ കുറച്ചും കൂടി വെള്ളമാക്കി കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി ക്ലിയറായി കാണാൻ വേണ്ടിയിട്ടാണ് അതാക്കി കൊടുക്കുന്നത്. അത് നേരത്തെ ആക്കിയത് അത്ര ക്ലിയർ ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഒന്നും കൂടി ഞാൻ ആക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു വെള്ളമാക്കി കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാൽ ഇവോപ്പറേറ്റ് ആവും. അപ്പം ഈ സിലിണ്ടറിൻ്റെ കാര്യത്തിൽ എത്രത്തോളമാണോ ഗ്യാസ് ഉള്ളത്, അതായത് ആ സിലിണ്ടറിൽ എത്ര വരെയാണോ ഗ്യാസ് ഉള്ളത് അത്ര വരെയുള്ള, അതായത് ഞാനിപ്പോൾ ലൈനല്ല ഇട്ട് കൊടുത്തത്, അപ്പോൾ അത്ര വരെയുള്ള വെള്ളം, അതായത് പുറത്ത് ലൈൻ ഇട്ട് കൊടുത്ത ലൈന് വെള്ളം അത് ഇവോപ്പറേറ്റ് ആവില്ല. ബാക്കിയുള്ള മേലോട്ടില്ലാതായി ഇവോപ്പറേറ്റ് ആവും. അതായത് എത്രത്തോളമാണോ ഗ്യാസ് ഉള്ളത് അത്ര വരെയുള്ള വെള്ളം, അതായത് ആ ലൈന് വരച്ചു കൊടുത്തത് പെട്ടെന്ന് ഇവോപ്പറേറ്റ് ആവും, പക്ഷെ പെട്ടെന്ന് ഇവോപ്പറേറ്റ് ആവില്ല. ഗ്യാസ് ഇല്ലാത്ത ഭാഗത്തുള്ള വാട്ടറാണ് പെട്ടെന്ന് ഇവോപ്പറേറ്റ് ആവുക. അതിനുശേഷം മാത്രമേ ഈ ഗ്യാസ് ഉള്ള ഭാഗത്തുള്ള വെള്ളം ഇവോപ്പറേറ്റ് ആവും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് സംഭവം. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ സിലിണ്ടർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് ഭയങ്കര അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വെള്ളമാക്കുന്നതുകൊണ്ട് ഒരു അപകടമില്ല, ബട്ട് വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ, നമ്മളെ കയ്യിൽ നിന്ന് വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വെച്ച് സിലിണ്ടറിലും വെച്ച് കളിക്കുമ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും, ലെഫ്റ്റിലുള്ള സിലിണ്ടറിൽ 3/4 ഭാഗത്തോളം വെള്ളം ഉണങ്ങിയിട്ടില്ല. അതിന് മുകളിലേക്കുള്ള ഭാഗമാണ് ഉണങ്ങിയിട്ടുള്ളത്. അതിനർത്ഥം അത്ര വരെയാണ് അതിൽ ഗ്യാസ് ഉള്ളത്, അത്ര വരെ അതിൽ ഗ്യാസ് ഉണ്ട്. അതേപോലെ റൈറ്റിലുള്ള സിലിണ്ടറിൽ മുഴുവനായി ഉണങ്ങിയിട്ടുണ്ട്, പക്ഷേ ചെറുങ്ങനെ, അതായത് അടിഭാഗത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഉണങ്ങിയിട്ടില്ല. അത് തീരാനായ ഗ്യാസാണ്, അത് ഞാൻ ആദ്യമേ പറഞ്ഞുള്ളൂ, തീരാനായ ഒരു ഗ്യാസാണത്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പറഞ്ഞ ബട്ടണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം.